എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ സംതമസ് ഗന്ധത്തിലുള്ള പ്രഹ്ലാദ ചരിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇക്കഥ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. വരാഹ അവതാരത്തിൽ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി കൊന്നു. ഈ ഹിരണ്യാക്ഷൻ ആരെന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിൻ്റെ സഹോദരനാണ് ഹിരണ്യാക്ഷൻ. തൻ്റെ സഹോദരനെ കൊന്ന മഹാവിഷ്ണുവിൻ്റെ മാറു പിളർന്ന് തഴയ്ക്കുന്ന ചോരയെടുത്ത് തൻ്റെ സഹോദരനാണ് ഹിരണ്യാക്ഷനക്ക് തർപ്പണം ചെയ്യുമെന്ന് ശപഥമെടുത്തു ഹിരണ്യകശിപു. അതിനുവേണ്ടി ഹിരണ്യകശിപു തൻ്റെ തള്ളവിരലിൻ്റെ തുമ്പിൽ നിന്നുകൊണ്ട് തപസ്സു ചെയ്തു. ഒത്തിരി കാലം വെയിലും മഴയും നോക്കാതെ ഹിരണ്യകശിപു അസുര തപസ്സു ചെയ്തു. ഇതിനെ കണ്ട ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിൻ്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഹിരണ്യ, നിനക്ക് വേണ്ടിയ വരത്തിനെ കേളുന്നു പറഞ്ഞു. അതിന് ഹിരണ്യകശിപു ബ്രഹ്മാവിൻ്റെ അടുത്ത് അവനിന് വേണ്ടിയ വരത്തിനെ കേൾക്കാൻ തുടങ്ങി. അത് എന്തിനു വെച്ചാൽ, ബ്രഹ്മദേവനെ, ഞാൻ മേളിലോ താഴെയോ അകത്തോ പുറത്തോ ജീവൻ ഉള്ളതോ ജീവൻ ഇല്ലാത്തതോ ആയുധത്തിനാലോ അല്ലെങ്കിൽ ആയുധമില്ലാത്തതിനാലോ രാവിലോ രാത്രിയോ മൃഗമോ മനുഷ്യനോ ദേവന്മാരോ ഇവർ ആരാളെയും എനിക്ക് മരണം സംഭവിക്കരുത്. അതുമാത്രമല്ല, ബ്രഹ്മസൃഷ്ടിയാൽ ഉണ്ടായ എന്ത് ജീവിയാലും ജീവനില്ലാത്തതിനാലും എനിക്ക് മരണം സംഭവിക്കരുത് എന്ന് ബ്രഹ്മദേവനിடம் ഹിരണ്യകശിപു വരം ചോദിച്ചു. ബ്രഹ്മദേവനോ മനസ്സിൽ മഹാവിഷ്ണുവെ മാനസികമായി ധ്യാനിച്ച് നിഷ്കവലയായി ഹിരണ്യകശിപുവിനു വരം കൊടുത്തു. ഹിരണ്യകശിപു സന്തോഷിച്ചു. പിന്നെ ഹിരണ്യകശിപു പറഞ്ഞു, ഇന്നു മുതൽ ഞാനാണ് ത്രിലോകാധിപതി. മഹാവിഷ്ണു എൻ്റെ ശത്രുവാണ്. എല്ലാ അമ്പലങ്ങളും കോയിലുകളെയും അടച്ചു പൂട്ടു. ഇനി എല്ലാവരും എനിക്കാണ് പൂജകളും പൂജാതി കർമ്മങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. എന്തോ ഒരു സ്ഥലത്തിൽ ദേവാദി കർമ്മങ്ങൾ കുറയുന്നോ അവിടെ ധർമ്മവും കുറയും, അധർമ്മം തലപ്പൊക്കും. ദേവന്മാർ എല്ലാവരും ഹിരണ്യകശിപുക്ക് പേടിച്ച് ഭൂലോകത്തിൽ മനുഷ്യവേഷം കട്ടി ജീവിച്ചു. ഒരു ദിവസം ദേവന്മാർ എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് ശരണാഗതി ചെയ്തു. ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വരം മാത്രമേ കൊടുക്കാൻ പറ്റും. വേറൊരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മനും ദേവന്മാർ എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ കമലപാദങ്ങളിൽ ശരണാഗതി ചെയ്തു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എല്ലാവറ്റിനും അതിനതിൻ്റെ കാലം വരും, അതുവരെ ഒന്ന് കാത്തിരുന്നു പറഞ്ഞു. പ്രഹ്ലാദൻ ജനിച്ചു. പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവിനും അമ്മ ഗയാദുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പ്രഹ്ലാദൻ്റെ ഗുണാതിശയങ്ങൾ ശുഗർ എങ്ങനെ പറയുന്നു വെച്ചാൽ, സത്യം വിധാതും നിജവൃത്യവാസ്തും എന്നു പറഞ്ഞു. എന്നുവെച്ചാൽ പ്രഹ്ലാദൻ സത്യം മാത്രം പേസുവാൻ. അതുമാത്രമല്ല, ഗുരുഭക്തി ഉള്ള കൊച്ചാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ വളർന്നു. പാഠശാലയിൽ കൊണ്ടു ചേർത്തു. ഗുരു ശുക്രാചാര്യരാണ്. പക്ഷേ ശുക്രാചാര്യർ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ചു നാളിക്ക് പുറത്തു ചെല്ലണമായിരുന്നു. അപ്പോൾ ശുക്രാചാര്യരിൻ പുത്രശിഷ്യர்களാണ് ചണ്ഡനും അമർദനും പ്രഹ്ലാദനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ചണ്ഡ അമരകൾ പറഞ്ഞു, ഓം ഹിരണ്യകശിപുവേ നമഃ എന്ന്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഓം ഹിരണ്യകശിപുവേ നമഃ എന്നു പറഞ്ഞു. പക്ഷേ പ്രഹ്ലാദൻ മാത്രം ഓം നമോ നാരായണായ എന്നു പറഞ്ഞു. അപ്പോൾ ചണ്ഡ അമരർ പറഞ്ഞു, ഇങ്ങനെ പറയലേ, ഇത് തെറ്റാണ്. നിന്റെ അച്ഛൻ്റെ നാമം മാത്രമേ ചൊല്ലാവൂ. പക്ഷെ പ്രഹ്ലാദൻ കേട്ടില്ല. ഓം നമോ നാരായണ എന്നു പറഞ്ഞു. അപ്പോൾ ചണ്ഡാമരന്മാർ പറഞ്ഞു, അങ്ങനെ പറയലേ, നിന്റെ പിതാവിൻ്റെ നാമമല്ലേ ചൊല്ലാൻ പറയുന്നു. പിതാവിൻ്റെ നാമം ചൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് ചണ്ഡാമരന്മാർ പറഞ്ഞു. അതിനു പ്രഹ്ലാദൻ പറഞ്ഞു, ഞാനും ജഗത് പിതാവാണ് ശ്രീമൻ നാരായണൻ പേരല്ലേ പറഞ്ഞു, എന്ത് തെറ്റെന്ന് ചോദിച്ചു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞു പ്രഹ്ലാദൻ അച്ഛനാണ് ഹിരണ്യകശിപുവിനെ കാണാൻ ചെന്നു. അപ്പോൾ പ്രഹ്ലാദനെ ഹിരണ്യകശിപു മാറോട് ചേർത്ത് കട്ടി അണച്ച്, മോനെ, ഇത്ര നാൾ എന്തൊക്കെ പഠിച്ചു, അതിൻ്റെ സാരാംശം പറ എന്നു പറഞ്ഞു. അപ്പോൾ പ്രഹ്ലാദൻ നാരായണ നാരായണ ഹരി കേശവ കൃപാലു നാരായണ എന്ന് പാട്ട് പാടി. അപ്പോൾ ഹിരണ്യകശിപു കോപിച്ചുകൊണ്ട് ചണ്ഡാമരരെടുത്ത് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊച്ചിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്തിനാ എന്ന് ചോദിക്കും. അപ്പോൾ ചണ്ഡാമരന്മാർ പറഞ്ഞു, ഞങ്ങളല്ല പഠിപ്പിച്ചത്,
പ്രഹ്ലാദൻ തന്നെ ഇങ്ങനെ പറയുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടും പ്രഹ്ലാദൻ കേട്ടില്ലെന്ന് പറയും. അപ്പോൾ ഹിരണ്യകശിപു പറയും, 5 വയസ്സ് ബാലകൻ ആരും പറഞ്ഞു കൊടുക്കാതെ പറയത്തില്ല. നിങ്ങൾ ആരോ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് ഹിരണ്യകശിപു പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആര് പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾ പറയണം എന്ന് ഹിരണ്യകശിപു പറഞ്ഞു. ചണ്ടാമരന്മാർ പ്രഹ്ലാദനെ തിരിച്ച് പാഠകശാലയ്ക്ക് കൊണ്ടുപോയി. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ കാണാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രഹ്ലാദൻ ചോദിക്കും, മോനെ, ഇത്രനാൾ പഠിച്ച സാരാംശത്തെ ഒന്ന് പറയും. അപ്പോൾ പ്രഹ്ലാദൻ നാരായണ നാരായണ എന്നു പറയും. ഇപ്രാവശ്യം ഹിരണ്യകശിപു ഭയങ്കര ദേഷ്യത്തിൽ, ആ കള്ളൻ മഹാവിഷ്ണു തന്നെ ഉരുമാറി അസുരബാലകനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആനയെ കൊണ്ട് തൻ്റെ സ്വന്തം മകനെ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ആന പ്രഹ്ലാദനെ നമസ്കരിച്ചിട്ടു ചെന്നു. പിന്നെ പാമ്പിനെ കൊല്ലാൻ പറഞ്ഞു വിട്ടു. പാമ്പും ഒന്നും ചെയ്തില്ല. പിന്നെ ഹിരണ്യകശിപു പറഞ്ഞു, ഇവനെ മലയിൻ മുകളിലിരുന്ന് തല്ലിവിടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അസുരന്മാർ പ്രഹ്ലാദനെ മലയിൻ മുകളിലിരുന്ന് തല്ലിയിട്ട്. പക്ഷേ പ്രഹ്ലാദൻ ഒട്ടും പേടിച്ചില്ല. ഭൂമാദേവി താങ്ങി പിടിച്ചു. പിന്നെ സമുദ്രത്തിൽ തല്ലിയിടാൻ പറഞ്ഞു. സമുദ്രവും പ്രഹ്ലാദനെ ഒന്നും ചെയ്തില്ല. പിന്നെ പ്രഹ്ലാദൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, കയാതു, നീ പാലിൽ വിഷം കലക്കി പ്രഹ്ലാദനുക്ക് കൊടു എന്ന് പറയും. കയാതു കരഞ്ഞുകൊണ്ടേ പാലിൽ വിഷം കലക്കി കയ്യിൽ വെച്ചിരിക്കും. അപ്പോൾ പ്രഹ്ലാദൻ അതിനെ മേടിച്ചിട്ട് പറയും, അമ്മ വിഷമിക്കണ്ട, ശ്രീമൻ നാരായണൻ എന്നെ കാത്തോളും എന്നു പറഞ്ഞു വിഷപ്പാലിനെ കുടിക്കും. അപ്പോഴും പ്രഹ്ലാദനുക്ക് ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ തീയിൽ തെല്ലിയിടും. പ്രഹ്ലാദനുക്കും നല്ലപോലെ തണുപ്പായിരിക്കും. അപ്പോഴും പ്രഹ്ലാദനുക്ക് ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, അവൻ എൻ്റെ പുത്രനാണ്. പിതാവിൻ്റെ പുണ്യങ്ങൾ പുത്രർക്ക് ചെല്ലുന്നതുപോൽ ഞാൻ മേടിച്ച സഹാവരം എൻ്റെ പുത്രനുക്ക് കിട്ടിയെന്നു പറഞ്ഞു ഹിരണ്യകശിപു. പിന്നെയും പ്രഹ്ലാദൻ പാഠശാലയ്ക്ക് തിരിച്ചു ചെന്നു. അപ്പോൾ അവിടത്തെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും പ്രഹ്ലാദനടുത്ത് ചോദിക്കും, ആരാ ശ്രീഹരി, ആരാണ് നാരായണൻ, ഇവരെ നിനക്ക് എങ്ങനെ അറിയാം, ആരാ പറഞ്ഞു തന്നു, എങ്കിലൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിക്കും. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് കയാതു. ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി. അപ്പോൾ എൻ്റെ അമ്മയിനെ ദേവേന്ദ്രൻ പിടിച്ചോണ്ടു പോകുമ്പോൾ നാരദമുനി വന്നു. ദേവേന്ദ്ര, നീ എന്ത് കാര്യമാണ് നീ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഹിരണ്യകശിപുവേ വല്ലാസുരൻ. അവനുക്ക് പുത്രനുണ്ടായാൽ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ പുത്രനും ഇരിക്കും. അതുകൊണ്ട് കയാതുവിൻ ഗർഭത്തെ നശിപ്പിക്കാൻ ഞാൻ പിടിച്ചോണ്ടു പോകുന്നു എന്ന് പറയും. അപ്പോൾ നാരദമുനി ദേവേന്ദ്രനെ വഴക്കു പറഞ്ഞ് ഓട്ടിച്ചു. കയാതിൻ ഗർഭത്തിലിരിക്കും ശിശുവിനാലെ ശ്രീഹരി നമ്മളെ എല്ലാവരെയും അസുരന്മാരെടുത്തിരുന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നെന്ന് നാരദമുനി പറഞ്ഞു. പിന്നെ നാരദമുനി കയാതിൻ ഗർഭത്തിലിരിക്കും ശിശുവുക്ക് ശ്രീമൻ നാരായണൻ വീരവല്ല പരാക്രമങ്ങളെ കുറിച്ച് പാടിക്കൊടുത്തു. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ശ്രീമൻ നാരായണനെ കുറിച്ച് അറിഞ്ഞു എന്ന് സ്റ്റുഡൻസ് അടുത്ത് പറഞ്ഞു. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ശ്രീമൻ നാരായണനെ കുറിച്ച് പുകഴ്ത്തി പാടാൻ തുടങ്ങി. ചണ്ടാമരന്മാർ പ്രഹ്ലാദനെ പിടിച്ച് ഹിരണ്യകശിപുവിനടുത്ത് കൊണ്ടുവിട്ടു. പാഠശാലയിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും ചണ്ടാമരന്മാർ ഹിരണ്യകശിപുവിനടുത്തു പറഞ്ഞു കൊടുത്തു. ഹിരണ്യകശിപുവിന് ഭയങ്കര കോപം. ഹിരണ്യകശിപു പറഞ്ഞു, ഇപ്പോൾ പറ, എനിക്കാണ് ഫലം അല്ലെങ്കിൽ നിന്റെ നാരായണനുക്കാണോ ഫലം അധികം നോക്ക്. പ്രഹ്ലാദൻ അഞ്ജലി ഹസ്തന ചെയ്തു നാരായണ നാരായണ എന്നു ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, പ്രഹ്ലാദ, നീ നാരായണ നാരായണ എന്ന് പറയുന്ന നിന്റെ നാരായണൻ എവിടെ ഇരിക്കുന്നു, ഒന്ന് കാണിച്ചു താ. ശ്രീമൻ നാരായണാണ് മഹാവിഷ്ണു, ഇവിടെ എല്ലാ സ്ഥലത്തിലും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു, ആണെങ്കിൽ നിന്റെ നാരായണൻ ഈ തൂണിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ, ആണ്, ഈ തൂണിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു തൂണിൽ ഓങ്ങി അടിച്ചു. അപ്പോൾ അതിനകത്ത് ശ്രീ നരസിംഹർ ഉണ്ടായിരുന്നു. നരസിംഹർ പുറത്തു വന്നു ഹിരണ്യകശിപുവിനെ കയ്യിൽ പൊക്കിക്കൊണ്ട് വാതിലിൽ വന്നു നിന്നു. പിന്നെ ഹിരണ്യകശിപുവെ തൻ്റെ മടിയിലിട്ട് തൻ്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് ഹിരണ്യകശിപുവിനെ കൊന്നു. അത് ഒരു സന്ധ്യാകാലമായിരുന്നു. പിന്നെ ഹിരണ്യകശിപുവിനെ തൻ്റെ കഴുത്തിൽ മാലയായിട്ട് നരസിംഹർ.
പിന്നെ നരസിംഹരെ ശാന്തപ്പെടുത്ത ദേവന്മാരും പ്രഹ്ലാദനും സ്തുതി ചൊല്ലി. അപ്പോൾ നരസിംഹർ പ്രഹ്ലാദനടുത്ത് നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ പിതാവിനു നർക്കതി കൊടുക്കണേന്നു പ്രാർത്ഥിച്ചു. വേറുമൊന്നും എനിക്ക് വേണ്ടാമെന്നു പറഞ്ഞു. ഈ കഥയിലിരുന്ന് നമുക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ, ഭക്തി ചെയ്യാൻ വയസ്സ് വേണ്ട, വിദ്യ വേണ്ട, തപസ് ചെയ്യണ്ട. അവൻ്റെ ഒരു നാമം ചൊന്നാൽ മതി. ദൈവത്തെ നമ്മൾ സുഹൃത്തിനെ പോലെ ഭാവിക്കാം. എന്ത് വേണമെങ്കിലും കേൾക്കാം. നമ്മൾ എല്ലാവരും പ്രഹ്ലാദനെ പോലെ ഭക്തി ചെയ്യണം. നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.